പക്ഷേ നിക്കാബ് നിരോധിക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള എം.എൻ. കാരശ്ശേരി. മാഷ് എങ്ങനെയാണ് ആ നിലപാടിനെ കാണുന്നത്? നിക്കാബ് നിരോധിക്കേണ്ടത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ? അതിൽ നിരോധനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നിരോധനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞതിൻ്റെ ഇടയിൽ വസ്ത്രം നിരോധിക്കുക എന്ന് പറയുന്നതിൽ ഒരു അപകടമുണ്ട്. ശരിക്കും എം.എൻ. കാരശ്ശേരി മാഷ് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനുവദിച്ചു കൊടുക്കണം എന്നാണുള്ള മാഷ് തന്നെ പല സ്ഥലത്തും പറയുന്നത്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം ഈ മുഖാവരണത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇതൊരു മുഖംമൂടിയാണ്. മുഖംമൂടി വെച്ച് സമൂഹത്തിൽ നടക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതല്ലാണ്ട് അതിൻ്റെ ഒരു നിരോധനം അല്ല. ശരിക്കും പറഞ്ഞു മനുഷ്യൻ്റെ മുഖം കാണുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആചാരം ആണ്, മതാചാരമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പള്ളിയിലൊക്കെ അതൊക്കെ ചെയ്യട്ടെ. പക്ഷേ പുറത്ത് മറ്റുള്ളവരുടെ ഇടയിൽ നടക്കുമ്പോൾ മുഖം മറച്ച് നടക്കുന്നത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നിരോധനം എന്ന് പറയുന്ന ഒരു വാക്കിന് വേണോ അല്ലെങ്കിൽ നിരോധനം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വസ്ത്രവും നിരോധിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരു വസ്ത്രവും നിരോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന മനുഷ്യരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് പ്രസക്തി ഉണ്ടാവുക. ഇന്ന വസ്ത്രം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് തീർന്നു. എന്താണ് കാരശ്ശേരി മാഷ് അങ്ങനെ പറഞ്ഞത് എന്നെനിക്കറിയില്ല. ശരിക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എല്ലാവരും അനുവദിക്കുക. പക്ഷേ ഈ മുഖം മറച്ച് നടക്കുന്നത് ശരിയല്ല. മുഖം മറച്ച് നടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ അങ്ങനെ ഇടപെടാം എന്ന് മാത്രമേ ഉള്ളൂ. വസ്ത്രം നിരോധിച്ചു കഴിഞ്ഞാൽ അത് ഏത് വസ്ത്രവും നിരോധിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള മുഖം മറക്കൽ എന്ന് പറയുന്നത് എന്തിനാണ് മുഖം മറക്കുന്ന മനുഷ്യന്റെ മുഖം? അതാണ് പക്ഷേ ശരിക്കുള്ള ചോദ്യം. എന്തിനാണ് യഥാർത്ഥത്തിൽ മുഖം മറക്കുന്നത്? അതാണ് പ്രശ്നം. മുഖം മറയ്ക്കാൻ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? അതും സ്ത്രീയോടാണ്. ഇപ്പോൾ എം.എൻ. കാരശ്ശേരി മാഷ് അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് കൂടി പറയുന്നുണ്ട്. അത് സ്വാതന്ത്ര്യം ലംഘിക്കുന്നതാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, സുരക്ഷാ വീഴ്ച അത് ഉണ്ടാക്കും. പ്രിയദർശിനി ബസ്സിൽ മുഖം മറച്ചുകൊണ്ട് ഒരു പുരുഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീയാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അങ്ങനെയുള്ള ഒരു കാര്യം അല്ല. അത് അവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ആ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ, അല്ലെങ്കിൽ എന്താണ് സീത, സുഹറ എന്നൊക്കെ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽസാണ്. അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നവരുടെ മുഖത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അതാണ് മനുഷ്യന്റെ ഒരു സവിശേഷത. മനുഷ്യന് മുഖമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മൃഗങ്ങളാണെന്ന് പറഞ്ഞതിനിടയിൽ നമുക്ക് അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേക മുഖം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ പൂച്ചയും അയൽക്കാരൻ്റെ വീട്ടിൽ പൂച്ചയും അത് ഏതാണ്ട് ഒരേപോലെയൊക്കെ ഇരിക്കും അതിൻ്റെ മുഖം എന്ന് പറയാം. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ എങ്ങനെയല്ല. മനുഷ്യനിങ്ങനെ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. അവനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഫാക്ടർ തന്നെയാണ് അവൻ്റെ ഫേസ് എന്ന് പറയുന്നത്, മുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മുഖം ഒരിക്കലും മറക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് അഭിപ്രായം അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിരോധനത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു വിഷയം. ഇത് ശരിയല്ല, ഇതൊരു ബുദ്ധികെട്ട പരിപാടിയാണ് എന്ന് സമൂഹത്തിന് മുഴുവനായിട്ട് പറയണം എന്നുള്ള അഭിപ്രായക്കാരനെ അല്ല. പക്ഷേ സാമൂഹിക പ്രവർത്തകർക്ക്, എഴുത്തുകാർക്കൊക്കെ ഈ വിഷയത്തിൽ നിലപാട് പറയാൻ ഒരു ഭയമുണ്ട്, അല്ലെങ്കിൽ ഒരു വിമുഖതയുണ്ട്. മാഷിന് കൃത്യമായിട്ട് അറിയാലോ അതിന്റെ കാരണം എന്താണെന്നുള്ളത്. കാരണം അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഹിജാബ് നിരോധനം എന്ന് പറയുന്ന ഒരു ആവശ്യം എങ്ങനെയാണ് ഇന്ത്യയിൽ ഉയർന്നു വന്നത്? അത് ഉയർത്തിയതാരാണ്? അപ്പോൾ അവർക്ക് കൂടുതൽ സഹായകരമാകും എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ, അഭിപ്രായം രേഖപ്പെടുത്തരുത് എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട്. അല്ലേ എം.എൻ. കാരശ്ശേരി മാഷ് പറയുന്നത്? എം.എൻ. കാരശ്ശേരി മാഷ് ഹിജബിനെതിരല്ല കേട്ടോ. ഹിജബൊക്കെ ധരിച്ചോട്ടെ, അത് തെറ്റില്ല എന്നാ പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത്. ഈ മുഖം മൂടിക്കെതിരെ പോലും സംസാരിക്കാനായിട്ടേ എം.എൻ. കാരശ്ശേരി മാഷ് കഴിയുന്ന. എം.എൻ. കാരശ്ശേരി മാഷ് ഒരു മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ധൈര്യത്തിലാണ് അദ്ദേഹം അത് പറയാൻ. മറ്റുള്ളവർക്ക് അത് പറയാൻ പ്രശ്നമായി തീരുന്നതും ഇത് തന്നെയാണ്. വേറെ മതസ്ഥരായിട്ടുള്ള ആളുകൾ, എനിക്ക് പ്രശ്നമില്ല, എന്നെപ്പോലെ അല്ല ബഹുഭൂരിപക്ഷ ആളുകളും. അവർക്ക് പല പ്രശ്നങ്ങൾക്കും മറുപടി പറയാൻ നമുക്ക് ആരോടും മറുപടി പറയേണ്ടതില്ല. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പറയാം. നമ്മളതിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായമായിരിക്കണം നമ്മൾ പറയേണ്ടത് എന്ന് പറയുന്നൊരു നിർബന്ധ ബുദ്ധി മാത്രമേ നമുക്കുള്ളൂ.
ഇപ്പം മുഖം മറക്കുന്നതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഈ മതാചാരത്തിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത്, മതാചാരം നടത്തുന്നിടത്ത് പള്ളിക്കകത്തവർ നടത്തട്ടെ, മുഖം മറച്ചോ എന്ത് വേണമെങ്കിലും ചെയ്യും. പുറത്തിറങ്ങിയ സമൂഹമാണല്ലോ, പുറത്ത് സമൂഹമാണ്, പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിന് ഇടയിൽ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ എല്ലാവർക്കും കഴിയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരിതിങ്ങനെ മറച്ചു വെച്ച് നടക്കില്ല. ഒന്ന്, ഈ ഇസ്ലാം എന്ന് പറയുന്ന സാധനം എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്ന് പ്രകടമാക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഈ സ്ത്രീ. എങ്കിൽ പിന്നെ ആണുങ്ങളൊക്കെ മുഖം മറച്ച് നടക്കട്ടെ. നമുക്ക് അണ്ടായിട്ടിങ്ങളൊക്കെ ഇങ്ങനെ ഭൂതങ്ങൾ വരുന്നവരെ നമുക്ക് തോന്നുള്ളൂ. അപ്പൊ അത് അങ്ങനെ അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പരിശോധിച്ചാൽ ഇതൊന്നും ചെയ്യാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾക്ക് പൊതുവെ താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരിക്കും അത്. പക്ഷെ അവർ അടിച്ചേൽപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. പലരും ഈ മതാചാരത്തിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ പേരിൽ അതിനോട് യോജിച്ചു പോകുന്നവരും അതാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നവരും വിശ്വസിക്കുന്നവരൊക്കെ ഒരുപാട് അതിനകത്തുണ്ട്. അതൊക്കെയാണ് പ്രശ്നം. പക്ഷേ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ ലൈഫ് നോക്കുന്ന സമയത്ത് ആ സോഷ്യൽ ലൈഫിൽ ഇത് വളരെ അരോചകമാണ്, വൃത്തികേടാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുന്ന ഒരു സാധനമാണെന്ത്, ഈ മുഖാവരണം എന്ന് പറയുന്നത്, മുഖം മറച്ച് നടക്കുക എന്ന് പറയുന്നത്. അതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും യോജിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് സംഘപരിവാറിന് വളമായി തീരുമോ എന്നുള്ളതാണ്. അല്ല, അതതിൻ്റെ പൊളിറ്റിക്സ്. ഇവിടെ അങ്ങനെയാണല്ലോ. ഇറ്റലിയില് മെലോണി ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. മുഖം, ഈ നിഖാബ് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അത് ധരിക്കുന്നവർക്ക് ഇത്രത്തോളം പിഴ ഈടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പോൾ പല രാജ്യങ്ങളിലും ബാനുകൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചർച്ചകളിലൊക്കെ ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ ഉയരുന്നത്, അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകളുടെ വസ്ത്രമുണ്ട്, അത് നിരോധിക്കേണ്ടതല്ലേ? പക്ഷെ ഇതിനെയും നമുക്ക് തുലനം ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? ഇത് ഒരു വ്യക്തിയുടെ മുഖം എന്ന് പറയുന്നത് അയാളുടെ ഐഡന്റിറ്റിയാണ്. അത് മറച്ചുകൊണ്ട് എന്ത് ഇതാണ് എന്നുള്ളതാണ്. അല്ല, അത് അങ്ങനെ മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചർച്ച ചെയ്താൽ ഈ കന്യാസ്ത്രീയുടെ പ്രശ്നം വരില്ല. അവരുടെ മുഖമൊക്കെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ മുഖം കാണണം, മുഖം കാണേണ്ടതാണ് ശരി എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തണമെങ്കിൽ പിന്നെ അതിനകത്ത് വിഷയമില്ല. ഇതൊക്കെ ഈ സമൂഹം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സെപ്പറേറ്റിസ്റ്റാണ്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ വിവേചന സ്വഭാവം പുലർത്തുന്ന സമൂഹമാണ്. ഇപ്പം ഞാൻ ഹിന്ദു, നീ മുസ്ലിം, നീ ക്രിസ്ത്യാനി, നീ മറ്റവൻ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ എന്ത് ചെയ്യുന്നത് വ്യാപകമായി വരുന്നത്. കാരണം അതാണ് അവരെയൊക്കെ നിലനിർത്തുന്നത്. അത്തരം സാധനങ്ങൾ സംസാരിക്കാനില്ലെങ്കിൽ പിന്നെ അവർക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടായിത്തീരില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ, നിങ്ങൾ എന്ന് പറയുന്നതിൻ്റെ വേറെ രൂപമാണ് ഈ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ, ധരിക്കാത്ത ആളുകൾ എന്ന നിലയ്ക്ക് തിരിക്കുന്നു. ഒന്നും ശരിയായ സമീപനങ്ങളെയല്ല. അത് മതപരമായ സ്പർദ്ധ വളർത്തുന്നതിന് ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് അത് വർഗീയമായ ചിന്തകളെ വളർത്താനും ശക്തിപ്പെടുത്താനും ഒക്കെ കഴിയുള്ളൂ. വർഗീയത എന്ന് പറയുന്നത് ഒക്കെ നമ്മുടെ കൂടെ ഉള്ളതാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യണം? മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ അമർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അത് വേണ്ടടാ അത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ വർഗീയത ആളിക്കത്തിച്ച് വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ അവസ്ഥ സൃഷ്ടിക്കാം എന്നുള്ളതാണ്. കാരണം എല്ലാ മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ട് ഈ ഒരു വർഗീയത എന്ന് പറയണം. ഞാൻ മുസ്ലിം എന്ന് പറയുന്ന സാധനമുണ്ട്, ഞാൻ ഹിന്ദു എന്ന് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരോടൊക്കെ പറയുന്നത് കൊള്ളാം, അതൊക്കെ നല്ലതാണ്, മക്കളതൊക്കെ വീട്ടിൽ വെക്ക്, പുറത്തിറക്കല്ലേ എന്നാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് പറയാനായിട്ട് പറ്റുന്നത്. കാരണം ഇതൊന്നും ഇല്ലാതിരിക്കുന്നില്ല ഒരിക്കലും, അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം അത് ജനിക്കുന്ന സമയത്ത് ഇവരിൽ മുദ്രിതമാകുന്നതാണ്. ഏത് ഗർഭപാത്രത്തിലാണ് ജനിക്കുന്നത് അതിൻ്റെ ക്യാരക്ടറാണല്ലോ, അതിൻ്റെതാണ്. അതൊരു മുസ്ലിമിൻ്റെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ വരുന്നവൻ മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചേ പറ്റും. ഹിന്ദുവിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഹിന്ദുവായിട്ട് തന്നെ ജീവിക്കണം. ക്രിസ്ത്യാനിയാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം. അല്ലാണ്ട് വേറെ പ്രത്യേക അതിനകത്തില്ല ശരിക്കും. കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നത് എന്നെ ഹിന്ദു ആക്കൂ എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തിട്ടല്ല പുറത്ത് വരും. ഇവിടെ ഇങ്ങനെ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ തിരിച്ചറിവ്, ആ റിയാലിറ്റിയുടെ ഒരു കൺസെപ്റ്റ് ആളുകൾക്കുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രശ്നം തീരും. ഇതൊക്കെ ആത്യന്തികമായിട്ടെല്ലാം മനുഷ്യനാണ്. മനുഷ്യനെ വിവേചിച്ച് ഓരോ പ്രത്യേകമായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ നിലനിർത്തുന്നതിന് വേണ്ടി അതാത് കാലത്തെ ഭരണകൂട സംവിധാനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രക്രിയകളിൽ പെട്ടുപോകുന്ന മനുഷ്യരാണ്
നമ്മളുടെ ചുറ്റുപാടും ഉള്ളത് എന്നുള്ളതാണ്. ഇതവരങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം. ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാലത്ത് ഈ മതത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. പഴയകാലം നമ്മൾ പരിശോധിച്ചാൽ അന്ന് എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിരുന്ന മതമാണ്. നിയമം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിന്ന് കാണുന്നത് പോലെ കോടതിയിലെ നിയമമായിരുന്നില്ല. മതനിയമങ്ങളാണ് എല്ലാം നിയന്ത്രിച്ചിരുന്നത്. അപ്പം മതത്തിന് അത്രമാത്രം സ്വാധീനം ഉണ്ടാകുകയും മതപുരോഹിതർ എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി കുതറിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരം കൈയാളിയിരുന്ന മതപുരോഹിതന്മാരും അല്ലെങ്കിൽ പൗരോഹിത്യ സമൂഹം എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർക്ക് ആ അധികാരം അവരുടെ കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കണം. മുഖം മറച്ച വസ്ത്രങ്ങളുമായിട്ട് മുസ്ലിം സ്ത്രീകൾ നടക്കണം എന്ന് പറയാനായിട്ടുള്ള അധികാരം മതത്തിനേന് വേണം എന്ന് നിർബന്ധം പിടിക്കുകയാണ് മതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷാജി പറഞ്ഞാൽ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അതവരൊരിക്കലും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല. സമൂഹം അതിന് എതിരായിട്ട് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സംഘർഷത്തിലൂടെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോഴുള്ള ആളുകളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യന് കൂടുതൽ പ്രാമുഖ്യം കിട്ടുകയും ഈ മതാചാര പരിപാടികൾക്കൊക്കെ അമിതമായിട്ടുള്ള പ്രാധാന്യം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നല്ല സമൂഹം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖം മറച്ചിങ്ങനെ നടക്കുന്നത് നല്ലതല്ല, അത് മോശമാണ്, അതൊരു തരം വൈകൃതമാണ് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കരുത്തുണ്ടാവണം. അതുകൊണ്ടാണ് നമുക്കത് പറയുമ്പോൾ ആരെങ്കിലും നമുക്കെതിരെ വരുമോ, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ, നമുക്ക് അങ്ങനത്തെ ഭയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പലരും അത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ അവർ സംരക്ഷിക്കുന്ന കുറേ കസേരകളുണ്ട്. ആ കസേരകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതി അവരത് പറയുന്നില്ല. പിന്നെ പേടിയാണ്, അവരങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് അവരെ ആക്രമിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞാൽ എന്നെ ആരും ആക്രമിക്കുന്നില്ല. കാരണം ഇവർക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ് എന്നുള്ളതാണ് പ്രശ്നം.